കാസർഗോഡ് ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. ഗുരുവായൂർ സ്വദേശി ശ്രീനാഥ്, ശരത് മേനോൻ, ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾ എന്നിവരാണ് മരിച്ചത്. ആംബുലൻസിൽ സഞ്ചരിച്ച 2 പേർക്ക് പരിക്കേറ്റു. അർജുൻ ഹേമ വിവരങ്ങളുമായി. അർജുൻ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? പരിക്കേറ്റ മരിച്ചവരുടെ മുഴുവൻ പേരുവിവരങ്ങൾ ലഭ്യമായിട്ടില്ല അല്ലേ? സ്മൃതി, ഇപ്പോൾ നിലവിൽ നമുക്ക് പേര് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഈ കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗത്തെ കുഞ്ചത്തൂരിലാണ് ഈ അപകടം നടക്കുന്നത്. ദേശീയപാതയ്ക്ക് സമീപത്തായി ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയിട്ടായിരുന്നു ഏകദേശം ഈ അപകടം നടക്കുന്നത്. ഈ അപകടത്തിലേക്ക് നയിച്ച കാരണമെന്ന് പറയുന്നത് ആംബുലൻസ് അമിത വേഗത്തിൽ എതിർദിശയിൽ വന്നതാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ദിവസം ചട്ടഞ്ചാലിൽ ഉഷ എന്ന സ്ത്രീ അപകടത്തിൽപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ആ ഉഷ എന്ന സ്ത്രീയുമായി ആംബുലൻസ് മംഗളൂരുവിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് ഇത്തരമൊരു അപകടം നടക്കുന്നത്. ഇതിൽ കാസർഗോഡ് നിന്നും മംഗളൂരിലേക്ക് പോവുകയായിരുന്നു ഈ ആംബുലൻസ്. അതേസമയം തന്നെ മംഗളൂരുവിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാറ്. ഈ രണ്ട് കാറും ആംബുലൻസ് കൂട്ടിയിടിച്ചാണ് അപകടം. നിലവിൽ അച്ഛനും മക്കളും, അതായത് ശിവകുമാർ, തൃശൂർ സ്വദേശികളായ ശിവകുമാർ, ശരത്ത്, സൗരവ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഇതിൽ ആംബുലൻസിന് ഉള്ളിലുണ്ടായിരുന്നത് 3 പേരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ ഉഷ, വാഹനം ഓട്ടിച്ചിരുന്ന ഈ ഡ്രൈവറായ ശിവദാസ് എന്നിവർക്ക് പരിക്കുണ്ട്. ഇതിൽ ആംബുലൻസ് ഓട്ടിച്ചിരുന്ന ശിവദാസിന്റെ കാലുകൾക്കാണ് പരിക്കേറ്റതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ 3 പേരും മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതേസമയം തന്നെ ഈ ശിവദാസ്, അതായത് ആംബുലൻസ് ഓടിച്ച ശിവദാസിനെയും ഉഷയെയും മംഗളൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ ഗുരുതരമായ പരിക്കുകൾ ഏറ്റതോടുകൂടി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ ഈ കൂട്ടിയിടിക്കാനുണ്ടായ ഒരു സാഹചര്യം ആംബുലൻസിന്റെ അമിത വേഗതയും എതിർദിശയിൽ വന്നതുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാർ പൂർണ്ണമായി നശിച്ച നിലയിൽ തന്നെയായിരുന്നു. 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് മരിക്കുകയായിരുന്നു. സ്മൃതി.